ചാനൽ ട്രിനിറ്റി വോയിസ്. തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലറയിർച്ചവാളോ മരണമോ വന്നിടട്ടെ. തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലറയിർച്ചവാളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനൽ കാര്യം നടത്തിത്തരും. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി 6:19-20-21. ജെനസിസ് ചാപ്റ്റർ 6 വേർഡ്സ് 19, 20 and 21. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്ന് തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. ആൻഡ് ഓഫ് എവറി ലിവിങ് തിങ് ഓഫ് ഓൾ ഫ്ലെഷ് ടു ഓഫ് എവറി സോർട്ട് ഷാൽ ദൗ ബ്രിങ് into the ark to keep them alive with thee. They shall be male and female. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം. ഓഫ് ഫോൾസ് ആഫ്റ്റർ ദർ കൈൻഡ് ആൻഡ് ഓഫ് കാറ്റിൽ ആഫ്റ്റർ ദർ കൈൻഡ് of every creeping thing of the earth after his kind, two of every sort shall come unto thee to keep them alive. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. And take thou unto 3 of all food that is eaten, and thou shalt gather it to thee, and it shall be for food for thee and for them. സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വാറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. ദ ബൈബിൾ സേസ് ഗോഡ് കീപ്സ് ബിയോണ്ട് യുവർ പവർ ടു റിമെയിൻ ഫേം അറ്റ് ദ ടൈം യു ആർ പുട്ട് ടു ദ ടെസ്റ്റ്. He will give you the strength to endure it and so provide you with a way out. Every time you pass a test, God notices and makes plans to reward you in eternity. James says, blessed are those who endure when they are tested. When they pass the test, they will receive the crown of life that God has promised to those who love him. Life on earth is a trust. This is the second biblical metaphor of life. Our time on earth and our energy, intelligence, opportunities, relationships and resources are all gifts from God that he has entrusted to our care and management. തേർഡ് സെക്ഷനിലേക്ക് പോവാം. Proverbs chapter 6 വേർഡ്സ് 17, 18 and 19. സദൃശവാക്യം 6:17, 18, 19. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും. A proud look, a lying tongue and hands that shed innocent blood. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും. And heart that deviseth wicked
imaginations, feet that we sift in running to mischief. ഫോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. എ ഫോൾസ് വിറ്റ്നസ് ദാറ്റ് സ്പീക്കത്ത് ലൈസ് ആൻഡ് ഹി ദാറ്റ് സോത്ത് ഡിസ്കോർഡ് എമംഗ് ബ്രദേഴ്സ്. ഇനി നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം. ഫോർ ചിൽഡ്രൻ, അത് കുഞ്ഞു കുട്ടികൾക്കുള്ള കഥയാണ് അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ധീരന്മാരായ ജനം. മോശ മരിക്കുമ്പോൾ ഇസ്രായേലിയർ വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയിലെത്തിയിരുന്നു. തുടക്കത്തിൽ ദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ അവർക്ക് താമസിക്കുവാൻ ലഭിച്ചിരുന്നുള്ളൂ. ക്രമേണ ദേശത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ അവരുടെ കൈവശമായി. അവർ അവിടെ താമസിക്കുന്ന ഇഷ്ടമില്ലാത്ത ഇതര ജാതിക്കാർ അവരെ പിന്നെയും ആക്രമിച്ചുകൊണ്ടിരുന്നു. അത്തരം സാഹചര്യത്തിൽ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച ധീരന്മാരുടെ കഥകളാണ് ഈ അധ്യായത്തിലുള്ളത്. ആപത്തുകളുടെയും വൈഷമ്യങ്ങളുടെയും മധ്യത്തിൽ ഇസ്രായേലിയർക്ക് അവർ നേതൃത്വം നൽകി. ശത്രുക്കൾ തങ്ങളെക്കാളും ശക്തന്മാരായി കാണപ്പെട്ടപ്പോഴും ദൈവം അവരുടെ വിശ്വാസം നിമിത്തം അവർക്ക് വിജയം നൽകി. യോശുവ ഒരു പുതിയ നേതാവ്. ധൈര്യമായിരിക്കാൻ യോശുവയ്ക്ക് കൽപ്പന ലഭിക്കുന്നു. യോശുവ 1:1-9 വരെ. വാഗ്ദത്ത നാട്ടിലേക്ക് ഇസ്രായേലിയരെ നയിച്ചുകൊണ്ട് വന്നത് യോശുവ ആയിരുന്നു. ദൈവിക നിയമങ്ങൾ പാലിക്കേണ്ടത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ദൈവം യോശുവയോട് വിശദമാക്കി. തൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം ദൈവം മോശയുടെ സഹായിയായിരുന്ന യോശുവയോട് സംസാരിച്ചു. എൻ്റെ ദാസനായ മോശ മരിച്ചിരിക്കുന്നു. നീയും ശേഷം ഇസ്രായേൽ ജനമെല്ലാം തയ്യാറാകുക. യോർദാൻ നദി കുറുകെ കടന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുക. ഞാൻ മോശയോട് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും എൻ്റെ ജനത്തിനും നൽകിയിരിക്കുന്നു. യോശുവ, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് പോകയില്ല. ധീരനായിരിക്കാം. നീ എൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കും. ഞാൻ അവരുടെ പൂർവികന്മാർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഈ ദേശം അവർ കൈവശമാക്കുക തന്നെ ചെയ്യും. എൻ്റെ ദാസൻ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിയമം നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കണം. അല്പം പോലും വിട്ടുകളയരുത്. എങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഐശ്വര്യം ഉണ്ടാകും. യഹോവയെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഈ നിയമപുസ്തകം വായിക്കണം. രാത്രിയും പകലും അത് പഠിക്കണം. അതിൽ എഴുതിയിട്ടുള്ളതെല്ലാം തന്നെ അനുസരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്മ വരും. ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, മനോബലമുള്ളവനായിരിക്കുക, ധൈര്യശാലിയായിരിക്കുക. അപ്പോൾ 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.